नागरी लिपि का विकास। प्रत्येक भाषा की अपनी लिपि होती है जिसमें उस भाषा को लिखा जाता है। लिखित ध्वनि संकेतों को लिपि कहते हैं। हिंदी जिस लिपि में लिखी जाती है उसे नागरी या देवनागरी लिपि कहा जाता है। अंग्रेजी रोमन लिपि में, उर्दू फारसी लिपि में तथा पंजाबी गुरुमुखी लिपि में लिखी जाती है. ഓരോ ഭാഷയ്ക്കും ലിപിയുണ്ട്. ലിഖിത ധ്വനി സങ്കേതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിപി എന്ന് പറയുന്നത്. ഹിന്ദിയുടെ ലിപി ഏതാണ്? നാഗരി യാ ദേവനാഗരി ലിപി കഹാ ജാതാ ഹെ. ഹിന്ദിയുടെ ലിപിയാണ് നാഗരി അല്ലെങ്കിൽ ദേവനാഗരി ലിപി. അംഗ്രേസി ഭാഷയുടേത് റോമൻ ലിപി, ഉറുദുവിൻ്റെത് ഫാർസി ലിപി, പഞ്ചാബിയുടേത് ഗുരുമുഖി ലിപി. भारत की दो प्राचीन लिपियाँ थी, ब्राह्मी लिपि और खरोष्टी लिपि. इनमें से ब्राह्मी लिपि से ही देवनागरी लिपि का विकास हुआ. ഭാരതത്തിൽ രണ്ട് പ്രാചീന ലിപികളാണ് ഉണ്ടായിരുന്നത്. ഇത് ബ്രാഹ്മി ലിപിയും ഖരോഷ്ടി ലിപിയും. ഇതിൽ ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് ദേവനാഗരി ലിപിയുടെ വികാസം ഉണ്ടായിട്ടുള്ളത്. ദേവനാഗരി ലിപി വികസിച്ച് വന്നത് ബ്രാഹ്മി ലിപിയിൽ നിന്നുമാണ്. അപ്പോൾ ഭാരതത്തിലെ രണ്ട് ലിപികൾ ഏതായിരുന്നു? ബ്രാഹ്മി ലിപിയും ഖരോഷ്ടി ലിപിയും. ഇതിൽ ദേവനാഗരി ലിപിയുടെ വികാസം ബ്രാഹ്മി ലിപിയിൽ നിന്നാണ്. देवनागरी लिपि का प्रयोग हिंदी, मराठी, नेपाली भाषाओं को लिखने में होता है. इसके अतिरिक्त संस्कृत, प्राकृत और अपभ्रंश भाषाएं भी देवनागरी लिपि में ही लिखी जाती हैं. ദേവനാഗരി ലിപി ഹിന്ദി, മറാഠി, നേപ്പാളി തുടങ്ങിയ ഭാഷകളിലാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സംസ്കൃതം, പ്രാകൃത്, അപഭ്രംശ് തുടങ്ങിയ ഭാഷകളുടെ ലിപിയും ഏതാണ്? ദേവനാഗരി ലിപി തന്നെയാണ്. അപ്പോൾ ഹിന്ദി, മറാഠി, നേപ്പാളി, സംസ്കൃത്, പ്രാകൃത്, അപഭ്രംശ് തുടങ്ങിയ ഭാഷകളുടെ ഒക്കെ ലിപി ഏതാണ്? ദേവനാഗരി ലിപിയാണ്. देवनागरी लिपि का समुचित विकास 8वीं सदी में हुआ. ഗുജറാത്ത് के രാഷ്ട്രകൂട് നരേശോം की यही लिपि थी. അപ്പോൾ ദേവനാഗരി ലിപി എപ്പോഴാണ് വികസിച്ച് വന്നത്? 8वीं सदी में, 8ാം നൂറ്റാണ്ടിലാണ് ദേവനാഗരി ലിപി വികസിച്ച് വരുന്നത്. ഗുജറാത്ത് के രാഷ്ട്രകൂട് നരേശോം की यही लिपि थी. ब्राह्मी लिपि के कई क्षेत्रीय रूपांतर थे. इनमें से एक रूपांतर उत्तरी शाखा के रूप में था जिसे नागरी कहते थे. इसी से देवनागरी लिपि का विकास हुआ है. ബ്രാഹ്മി ലിപിക്ക് കുറേ ക്ഷേത്രീയ രൂപാന്തരങ്ങളുണ്ട്. ഇതിലെ ഒരു രൂപാന്തരമാണ് എന്ത്? ഉത്തരി ശാഖാക്കെ രൂപമേം ഥ ജിസെ നാഗരി कहते थे. ബ്രാഹ്മി ലിപിയുടെ ഉത്തരി ശാഖയാണ് നാഗരി എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ദേവനാഗരി ലിപി വികസിച്ചു വന്നത്. कुछ लोगों का मत है कि यह गुजरात के नागर ब्राह्मणों की लिपि थी तथा इसके अक्षर तांत्रिक चिन्ह देवनागर के अनुरूप चौकोर है, इसलिए इसे देवनागरी कहने लगे. किंतु यह मत अधिक पुष्ट नहीं है. എന്നാണ് കുറച്ച് പേര് പറയുന്നത്. ഗുജറാത്തിൽ നാഗർ ബ്രാഹ്മണരുടെ ലിപിയായിരുന്നു ദേവനാഗരി ലിപി. ഇതിൻ്റെ അക്ഷരം താന്ത്രിക ചിഹ്നമായ ദേവനാഗർക്ക് അനുരൂപ് ഹെ, इसलिए इसे देवनागरी कहने लगे. ब्राह्मी लिपि की उत्तरी शाखा नागरी का प्रयोग जब देवभाषा संस्कृत के लिए होने लगा तो इस लिपि को देवनागरी लिपि कहा जाने लगा. ബ്രാഹ്മി ലിപിയുടെ ഉത്തരി ശാഖയായ നാഗരി അത് ദേവഭാഷ സംസ്കൃതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇതിനെ ദേവനാഗരി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ദേവനാഗരി ലിപി ധ്വന്യാത്മക ലിപി ന ഹോക്കർ അക്ഷരാത്മക യാ വർണ്ണാത്മക ഹെ. ധ്വന്യാത്മക ലിപിയല്ല, അക്ഷരാത്മക യാ വർണ്ണാത്മക ലിപിയാണ് देवनागरी लिपि.